ഹലോ എടി ശോഭേ, ഞാൻ മനഃപൂർവ്വം അല്ലടി. ഇവിടെ ഉത്സവം നടക്കല്ലേ, എനിക്ക് ഫോൺ എടുക്കാനുള്ള സമയം കിട്ടിയില്ല. പിന്നെ ഇന്ന് ഉത്സവത്തിന് ആരാ ഗാനമേള പാടുന്നേന്ന് അറിയാവോ? ടോപ്പ് സിംഗറിൽ 1 കോടി വിൻ ചെയ്ത വിവേക. പിന്നെ അത് മാത്രല്ല, വിവേക് ഇവിടുന്നാ ഇന്ന് വൈകിട്ട് ഭക്ഷണവും കഴിക്കുന്നേ. എല്ലാം എന്റെ ആങ്ങളയുടെ ഏർപ്പാടാ. ആങ്ങളയാണല്ലോ കമ്മിറ്റിയുടെ പ്രസിഡന്റ്. അപ്പൊ ഓക്കെ, നീ വൈകിട്ട് ഇങ്ങോട്ട് പോരെ, നമുക്ക് വിവേകിന്റെ കൂടെ സെൽഫി എടുക്കാം. വെക്കില്ലടി. പിന്നെ വിവേക് ഇവിടെ വന്നാ ഭക്ഷണം കഴിക്കുന്നേന്ന് നീ നാട്ടുകാരോടൊന്നും പറഞ്ഞേക്കല്ലേടി. എല്ലാം കൂടി സെൽഫി എടുക്കണോന്നും പറഞ്ഞ് ഇങ്ങോട്ട് നീ ഓടിത്തള്ളും. ഓക്കെ പറഞ്ഞേക്കല്ലേന്ന് അവളോട് പറഞ്ഞ അവൾ ഈ നാട് മുഴുവൻ കടന്നു പറയും. എനിക്ക് അത് മതി. ഇങ്ങനെ തളർന്നു കുത്തി വരാതെ ഒന്ന് ഇങ്ങോട്ട് വാ മനുഷ്യ. അയ്യോ ആവോലി കിട്ടിയില്ലേ? ഞാൻ വിചാരിച്ചില്ല പാമ്പിരിക്കുക. അല്ല, ആവോലി എവിടെ? ആവോലി കിട്ടിയില്ല, അതുകൊണ്ട് ഞാൻ തേട് മീൻ വാങ്ങിച്ച്. തേട് നല്ലതാ. ഇതെങ്ങനെ ശരിയാവും? ഫസ്റ്റ് കിട്ടിയ ആൾക്ക് തേട് കൊടുക്കാൻ പറ്റുമോ? എനിക്ക് ആവോലിയാ വേണ്ടേ, എനിക്ക് ആവോലിയാ വേണ്ടേ. ഞാൻ ഇന്നലെ കൊറേ മീൻ മേടിച്ചോണ്ടല്ലോ, അതൊക്കെ നീ എന്തെടുത്ത്? അതെല്ലാം ഞാൻ കറി വെച്ചു. ഇത് വിവേക് വരുമ്പോ പൊള്ളിക്കാനാ. ഒരു ചെറുക്കൻ വരുമ്പോ പൊള്ളിക്കുന്നേ? അയ്യോ, വിവേകിന് പൊള്ളിക്കാനല്ല, ഈ ആവോലി എടുത്ത് വാഴയില് പൊള്ളിക്കാനാ. വിവേകിന് പൊള്ളിച്ചതാ ഇഷ്ടം. ഈ ഇഷ്ടമൊക്കെ നിനക്ക് എങ്ങനെ മനസ്സിലായി? അതൊക്കെ ഞാൻ യൂട്യൂബ് നോക്കി കണ്ടുപിടിച്ച്. എന്റെ ഇഷ്ടം വല്ലോ നിനക്കറിയാവോ? അതിന് നിങ്ങളുടെ യൂട്യൂബിൽ ഞാൻ ഇഷ്ടങ്ങളൊന്നും കണ്ടിട്ടില്ലല്ലോ. എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ യൂട്യൂബിലുണ്ട്, പലയിടത്തും ഉണ്ട്. അതൊക്കെ കാണാൻ ഏതെങ്കിലും മൂലയ്ക്ക് പോയി 5 മിനിറ്റ് കാണാനുള്ള അവസരം നീ ഉണ്ടാക്കി തരത്തില്ലല്ലോ. ആനാന്ന് പറയുമ്പോഴാ ചേനാന്ന് പറയുന്നത്. എനിക്കാണെങ്കിൽ കയ്യും കാലും വിറച്ചിട്ട് വയ്യ. എനിക്കും കയ്യും കാലും വിറയ്ക്കുന്നു. ഫോൺ നിന്റെ ഇരിക്കുന്നുണ്ട്. വിവേകിനെ ഏത് സോപ്പാണാവോ ഇഷ്ടം? സോപ്പ് വെച്ച് കറി ഉണ്ടാക്കി കൊടുക്കാനോ? കറി ഉണ്ടാക്കാനല്ല, നമ്മൾ ഊണ് കൊടുക്കുമല്ലോ. ഊണ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കൈ കഴുകണ്ടേ, അല്ലെങ്കിൽ പിന്നെ നാറത്തില്ലേ? നാറും. നീ വെക്കുന്ന കറിയല്ലേ? അല്ല, നല്ലതായിരിക്കും, നല്ല കറിയായിരിക്കും. എടി, നീ വെക്കുന്ന കറിയൊക്കെ നിന്നെ പോലെ തന്നെയല്ലേ? അതെന്താ, കറി ചുരിദാർ ഇട്ടോണ്ടാണോ നിക്കുന്നത്? നിസ്സാരപ്പെട്ട ആളല്ല ഇവിടെ ഊണ് കഴിക്കാൻ വരുന്നേ. 1 കോടി വിൻ ചെയ്ത ആളാ. 1 കോടി രൂപ കിട്ടിയിട്ട് ഒരു ഊണ് മേടിക്കാനുള്ള പാങ്ങ് അവനില്ലേ? ദൈവമേ, നല്ലൊരു ഭർത്താവിനെ കിട്ടിയ പഴനിക്ക് പോവാന്ന് ഞാൻ നേർന്നിരുന്നു. 12 കൊല്ലായിട്ട് എനിക്കത് സാധിച്ചിട്ടില്ല. അപ്പൊ 12 കൊല്ലമായിട്ട് നീ നേർച്ച കൊടുക്കാതെ ദൈവത്തെ പറ്റിക്കുകയാണ്. നല്ലതൊന്നും തരാന്നും പറഞ്ഞു ദൈവം എന്നെയും പറ്റിച്ചില്ലേ? അതെ, നിങ്ങളെ അടുക്കളയിലോട്ട് ഒന്ന് വന്നേ. ഞാനെന്തിനാ അടുക്കളയിലോട്ട് വരുന്നത്? ആ മുളകും പാത്രം ഒന്ന് എടുത്തതാ. നിനക്കെന്താടി അങ്ങോട്ട് എടുത്താ? എന്റെ കൈ എത്തത്തില്ലെന്ന്. നാക്കിന് നല്ല നീളമുണ്ടല്ലോ. എടുക്കാം. നിങ്ങൾ വരും എന്റെ പിന്നാലെ. വരും. എന്തുവാ? മുളക് എടുത്ത് തന്നാ പോരാ? മതി. അതെ, ഞാൻ ഈ മീനും ഇതൊക്കെ മേടിച്ചു തന്നെ എന്തിനാണെന്ന് നിനക്ക് മനസ്സിലായോ? നിങ്ങൾ എന്റെ ഭർത്താവായതുകൊണ്ട്. അതുകൊണ്ടല്ല, വിവേക് വരുമ്പോ എനിക്കിവിടെ ഗാനമേളയിൽ ഒരു പാട്ട് പാടാനുള്ള അവസരം നീ വാങ്ങിച്ചു തരണം. കഴിഞ്ഞ ഉത്സവത്തിന് പാടിയത് പോരെ? എത്ര ചീഞ്ഞ മുട്ടയും തക്കാളിയാ കിട്ടിയത്? കഴിഞ്ഞ പ്രാവശ്യമല്ലേ? ഇപ്പൊ ഞാൻ പാടിയെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾ പാടുവാണെങ്കിൽ ഞാൻ മേടിച്ചു തരാം. അപ്പൊ വിവേക് വന്ന എന്നെ എല്ലാ കാര്യത്തിലും സഹായിക്കോ? സഹായിക്കാം. പാത്രം കഴുകി തരണം, അടിച്ചു വാരി തുടയ്ക്കണം, അലക്കി തരാം. കാല് പിടിക്കണം. കാല് പിടിക്കണ്ട. 1 മിനിറ്റ്. രാജി വിളിക്കുന്നു. രാജി വെക്കുന്നു എന്നല്ലേ? ഹലോ, എടി പറയടി. വിവേക് വരുന്നുണ്ടടി. നീ വരുന്നുണ്ടോ? വാ. സന്തോഷേട്ടനുണ്ടോ? സന്തോഷേട്ടനുണ്ടെങ്കിൽ സന്തോഷം. കുപ്പി കൊണ്ടുവരല്ലേ? വേണ്ട കൊണ്ടുവരണ്ട. കുട്ടേട്ടൻ കുടിക്കത്തില്ല. അങ്ങനെ കുടിച്ച ഒറ്റ വെട്ടിന് 2 തുണ്ട്, അത്രേ ഉള്ളൂ. എന്താടി? ശരിയാ, നീ പറഞ്ഞത് ശരിയാ. ഉത്സവമൊക്കെ അല്ലേ, വേണമെങ്കിൽ 2 അടിച്ചോട്ടെ, സാരമില്ല. ശരിയാ. ഞാൻ പൊട്ടിയാണെങ്കിൽ നിങ്ങൾ പൊട്ടാൻ. അതല്ല, അയ്യോ, കാറിന്റെ സൗണ്ട് അല്ലേ കേൾക്കുന്നത്? ചെല്ലുന്നു അങ്ങോട്ട്. ഞാനൊരു പാട്ട് പാടാം, സാറേ, എന്റെ പേര് ജലജ. ഇതെന്റെ ഭർത്താവാണ് കുട്ടൻ. എന്റെ ആങ്ങളെയായിരുന്നു പ്രസിഡന്റ്. ഉത്സവ കമ്മിറ്റി പ്രസിഡന്റ്. അതെ, എന്റെ ആങ്ങളെയാണ് ഇവിടെ ഊണ് കഴിക്കാനായിട്ട് ക്ഷണിച്ചത്. എല്ലാ ആങ്ങളുടെ മേൽനോട്ടാ. ഒരുപാട് കാലായി എനിക്കിങ്ങനെ സാറിന് എന്തെങ്കിലും ഒന്ന് നേരിട്ട് കണ്ട കെട്ടിപ്പിടിക്കണമെന്ന്. അതെ, നമ്മുടെ കലാകാരന്മാരല്ലേ, നിന്ന് കൊടുക്കണം. അതെ, അവക്ക് വേണ്ടിയാട്ടോ. സാറേ വാ,
ഞാനങ്ങനെ അധികം സംസാരിക്കാറില്ല കേട്ടോ. എന്താ വായി പഴമാണോ? അതല്ല, ഞാൻ വോയിസ് റെസ്റ്റ് കൊടുക്കുകയാണ്. അല്ല, അപ്പൊ ഗാനമേളക്ക് ആരാ പിന്നെ ഡ്യൂപ്പിനെ കൊണ്ട് പാടിക്കുവോ? ഞാൻ തന്നെ പാടും. നമ്മൾ ഈ തോട്ടിന് സ്ക്രാച്ച് വരാതിരിക്കാൻ വേണ്ടി ഇരിക്കുന്ന വോയിസ് റെസ്റ്റ് കൊടുക്കാൻ ആവശ്യമായിട്ട് നമ്മൾ സംസാരിക്കാറില്ല. പിന്നെ കോമഡി ആയിരിക്കും. കോമഡി ഒരു മെഗാക്ഷേപണം നടത്താൻ എന്തായിരുന്നു? എന്റെ കൂടെ വരുന്നുണ്ട്. അതെ, കല്യാണം കഴിഞ്ഞിട്ട് വരുന്ന വഴിയാണോ? ഇല്ല, എന്ത് പറ്റി? അല്ല, ഈ ഷെർവാണിയൊക്കെ ഇട്ടിട്ട്. അയ്യോ, ഞങ്ങള് സിംഗേഴ്സ് പ്രോഗ്രാമിന് കോസ്റ്റ്യൂം ആണ്. സാറേ, പിന്നെ ഞാൻ ടിവിയിലെ ആദ്യം തൊട്ടുള്ള എല്ലാ എപ്പിസോഡും ഞാൻ കാണും. ഞാൻ കാണത്തോന്ന്. ആരും പറഞ്ഞു നമ്മൾ ഒരുമിച്ചിരുന്നല്ലേ? അതെ, ഞാൻ ഇവിടെ കണ്ടോണ്ടിരിക്കുമ്പോ ഞാൻ ഇങ്ങനെ വരുമ്പോ ഇങ്ങനെ നോക്കും. ആ സമയത്ത് പരസ്യം പിന്നൊന്നും കാണാനും. അല്ല, ഈ പാട്ട് മാത്രമേ ഉള്ളൂ? വേറെ പുതിയ എന്തെങ്കിലും പരിപാടി? വേറെ ഞാനിപ്പോ ഒരു കവർ സോങ് പാടിയിട്ടുണ്ട്. കവറിനകത്താണോ ഇപ്പൊ സോങ്? ഞങ്ങളൊക്കെ കവർ ഇങ്ങനെ എടുത്ത് അതിനകത്ത് ഇങ്ങനെ ഊതി വരുമ്പോ ഇങ്ങനെ വീർത്ത് വരുമ്പോ ഇങ്ങനെ അടിച്ചു പൊട്ടിക്കും. ഈ കലത്തിനകത്ത് തലയിട്ട് പാടുന്നത് നല്ല എക്കോ കിട്ടും. അങ്ങനെ അതെ, ഒന്നും വിചാരിക്കല്ലേ, എന്റെ ഭർത്താവ് ഭയങ്കര ഒരു നിഷ്കളങ്കനാ. പുള്ളി പെട്ടെന്നൊന്നും ആരെയും അംഗീകരിക്കത്തില്ല. യേശുദാസിനെ തന്നെ ഈ ഇടയ്ക്ക് അംഗീകരിച്ചത്. ഈ ഗാനമേള കൊണ്ട് അങ്ങനെ ജീവിക്കാനൊക്കെ ഉള്ള ഒട്ടച്ചെലവിനൊക്കെ ഉള്ളത് കിട്ടുമോ? കുഴപ്പമില്ല, അഡ്ജസ്റ്റ് പോകുന്നുണ്ട്. ഒരു ഗാനമേളക്ക് എത്ര രൂപ കിട്ടും? ഒരു ഗാനമേളക്ക് 4 ലക്ഷം കിട്ടും. 4? ടാക്സ് ഒക്കെ പോയിട്ടൊന്നും കാണത്തില്ല കയ്യിൽ. കഷ്ടപ്പാട്. ചേട്ടനെന്താ ജോലി? ഞാൻ കൽവെട്ട്. കല്ലുവെട്ട് എന്ത് കിട്ടും? ഇടയ്ക്കിടയ്ക്ക് കാലിന് വെട്ട് കിട്ടും. ഗസ്റ്റ് വന്നിരിക്കുന്നല്ലേ, കുടിക്കാൻ എന്തെങ്കിലും എടുക്കണ്ടേ? ഒരു ചായ എടുക്ക. ഞാൻ ചായ കുടിക്കില്ല. അല്ലല്ല, എനിക്ക് ഗസ്റ്റ് വരുമ്പോ എനിക്ക് തലവേദന, അപ്പൊ ഞാൻ ചായ ഞാൻ ഇതുപോലെ ഏതാണ്ട് ചുക്കുവെള്ളം കുടിക്കുക. ചുക്കുവെള്ളം ദാസേട്ടൻ കുടിക്കുക. അപ്പൊ പിന്നെ അദ്ദേഹം വേറെ എന്ത് കുടിക്കും എടുത്തോണ്ട് വന്നിട്ട്? ഇതല്ല കുടിക്കുന്നത്, അദ്ദേഹം കുടിക്കുന്നത് വേറെ ഫ്ലാസ്ക്. ഇത് എന്റെ ഫ്ലാസ്ക്. അതെ, എന്നാ പിന്നെ ഞാൻ ചായ എടുത്തിട്ട് വരാം. നിങ്ങൾ എന്തെങ്കിലും സംസാരിക്കേ? അത് വേണോ? സംസാരിക്കേ, ഇപ്പൊ വരാം. മീനൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലേ? മീനെന്ന് പറഞ്ഞ ഞാൻ ചാകും. പൂച്ചയുടെ ജന്മമാണോ? അല്ല, പൂച്ചയാണ് ഈ മീനെന്ന് പറഞ്ഞാൽ ചാകുന്നത്. ഇവിടെ ഒരു പൂച്ചയുണ്ട്. മീനെന്ന് പറഞ്ഞാൽ അപ്പോഴാണ് തോന്നാറിയിടും. ഞാൻ എറിഞ്ഞു തള്ളി ഓടിക്കും. മുന്നെയാണ് ഒരു വലിയ കല്ല് നമ്മുടെ അടുത്ത് വെച്ചിട്ടുണ്ട്. പൂച്ച വരുമ്പോ എറിയാൻ വേണ്ടി. സാറേ, ഒരു കാര്യം പറയാൻ. പറഞ്ഞു. സാറേ, അതെ, എന്റെ ഭർത്താവേ ഒരു പാടും. പാടല്ലേ? ഒന്നുമില്ല, രണ്ടുപേരും എനിക്ക് വേണ്ടി പാടാം പ്ലീസ്. അല്ല, ഈ വലിയ പാട്ടുകാരുടെ മുമ്പ് നമ്മള് ചെറിയ പാട്ടുകാരൊക്കെ. പാട്ടിൽ അങ്ങനെ വലുത് ചെറുതും അങ്ങനെയൊന്നും ഇല്ല. പാട്ടെല്ലാം ഒന്നിനും രണ്ടുപേരും. അല്ലല്ല, അതൊരു മൂടില്ല. അല്ല, പാടും. ഒരു മൂഡ് നമുക്കറിയാമല്ലോ, നമുക്ക് അതിനൊരു മൂഡ്. ശരിയാണ്. അല്ലെങ്കിൽ ചില ആൾക്കാർ ഷൈ ആയിട്ട് ഈ ശ്രുതി ഒന്നും കറക്റ്റ് വരില്ല. സാരല്ല. കുഴപ്പമില്ല. നമുക്ക് രണ്ടുപേരും പാടാം. ഇനി കുഴപ്പമില്ല. നമുക്ക് 9:30 ഞാനേ ഒരു ഹമ്മിങ് ഇല്ലടേ. ഇപ്പൊ സമയം സാരല്ല. അപ്പൊ നമുക്ക് 12 മണിക്ക് ഒരു സെക്കൻഡ് എയർപോർട്ടിൽ വന്നിട്ട് ഫ്ലൈറ്റ് എടുത്ത് ചെന്നൈ പോകണം. നാളെ റെക്കോർഡിംഗ് ഉണ്ട്. അതാണ്. അല്ല, രണ്ടുപേര് പാടുന്നിട്ട് കുഴപ്പമില്ല, ഒന്നും കുഴപ്പമൊന്നുമില്ല. രണ്ടുപേരും വേണ്ട, ആവശ്യമില്ല. എനിക്ക് നീ പാടാൻ അവസരം മേടിച്ചിരാന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും ഇവിടെ പാടാൻ പറഞ്ഞപ്പോ നിങ്ങളുടെ തൊണ്ടയ്ക്കകത്ത കോഴിക്കട്ടെ ഞാൻ ഇട്ട് നോക്കി. അത് പോട്ടെ, കുഴപ്പമില്ല. എനിക്ക് രണ്ടുപേര് പാടാനുള്ള ഒരു അവസരം ഉണ്ടാക്കി തരാം. ഞാൻ എങ്ങനെ അവസരം ഉണ്ടാക്കി തരാം. മിണ്ടാതിരിക്കും അവിടെ. അല്ല, ഞാൻ ചോദിക്കും. വേണ്ട, ഞാൻ ചോദിച്ചോളാം. വേണ്ട, ഞാൻ ചോദിക്കാം. അതെ, ശരി. ഇപ്പൊ ഗാനമേള നടക്കുമ്പോഴേ അത് കഴിഞ്ഞിട്ട് എനിക്കൊരു രണ്ടുപേര് പാടാനുള്ള ഒരു അവസരം. അതെ, പാവാ സാറേ. രണ്ടുപേര് എന്ന് പറഞ്ഞ ഒരു 6 പാട്ടിന്റെ 2 പേര് വെച്ച് ഇങ്ങനെ അങ്ങോട്ട്. മേഡം, നിങ്ങൾ എന്താ കേൾക്കുന്നില്ലേ മേഡം? നിങ്ങൾ 4 ലക്ഷം മടക്കി വിളിച്ചെടുത്തി തന്നെയല്ലേ? അപ്പൊ ഇയാൾ കയറി പാടിയതും കൊളായി കഴിഞ്ഞാൽ ഇതിന് സമാനം ഞാൻ പറയണ്ടേ? അല്ലെങ്കിൽ തന്നെ മേഡം പറഞ്ഞു കൊടുക്ക്. എന്റെ പൊന്നു സാറേ, ഞാൻ ഈ പേട്ട് തലയ്ക്കകത്ത് പറഞ്ഞതാ. നല്ലൊരു ഗാനമേള നടക്കുമ്പോ അതിന്റെ ഇടയിൽ കുത്തി കയറ്റി ഉണ്ടാക്കാൻ നിൽക്കണ്ടത്. നിങ്ങൾക്ക് എന്നാത്തിന്റെ കേടായിരുന്നു. അല്ലെങ്കിൽ തന്നെ എന്റെ ഷോട്ടിയെ വേറെ ആരും പാടിക്കാറില്ല. വെരി സോറി കേട്ടോ. പിന്നല്ല മേഡം, ഫുഡ് എടുക്കുമ്പോൾ കഴിക്കാം.